ആകാശവാണി. പാപത്തിന്റെ ശമ്പളം നാടകം. രചന സുനി അരിക്കാം വീട്ടിൽ. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ ജോബി മാത്യു, മുരളി നമ്പ്യാർ, ബാബു തലാഞ്ചേരി, വിജി ചീക്കിലോട്, AN നിഷിതകുമാരി, P നിധിന്യ, സജ്ന സുഗന്ധി, ദിവ്യശ്രീ മൂർഖൻകുണ്ട്, ആനന്ദ് കൃഷ്ണ S, മീനാക്ഷി മുരളി, നിരഞ്ജന നവീൻ. പാപത്തിന്റെ ശമ്പളം. ആരാ? മനോഹര മാഷില്ലേ? ആരാ? എന്താ വേണ്ടത്? സരസ്വതി ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് ഇവിടെ വന്നിരുന്നു. മനോഹര മാഷോടൊപ്പം ഞാൻ AKY ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. എന്റെ പേര് ദാസൻ. 2-3 വർഷമായിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഓ, സാറ് കയറിയിരിക്കൂ. ഒരു ചെറിയ മുഖപരിചയം തോന്നുന്നുണ്ട്. പക്ഷേ താടിയൊക്കെ ഇങ്ങനെ വളർത്തിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. സാരല്ല, വർഷങ്ങൾ കുറേ കഴിഞ്ഞില്ലേ കണ്ടിട്ട്, അതുകൊണ്ടാവും. അതുപോട്ടെ, മനോഹര മാഷില്ലേ ഇവിടെ? ഉണ്ട്. എന്നാ ഒന്ന് വിളിക്ക്. ദാസൻ മാഷ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാ മതി, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സാറ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? എന്ത് കാര്യം? എന്താ ടീച്ചർ? മനോഹരേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പാണ്. 2 വർഷത്തിലധികമായി. നട്ടെല്ല് തകർന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ. സാർ അകത്തോട്ട് വന്നോളൂ, അവിടെ ഇരുന്ന് സംസാരിക്കാം. ശരി. എങ്ങനെയായിരുന്നു ആക്സിഡന്റ്? എവിടെ വെച്ചായിരുന്നു? മനോഹരേട്ടൻ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി ചാർജ് എടുത്തപ്പോൾ വല്ലാത്തൊരു ഭയമായിരുന്നു. അന്ന് അമ്പലങ്ങളിൽ ചില നേർച്ചകളൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ അമ്പലം, ദൈവം ഇതൊന്നും അത്ര കാര്യമാക്കാത്ത ഒരാളായിരുന്നു. പിന്നെ വലിയൊരു ഹൈസ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ടോ എന്തോ, ആർക്കറിയാം. അങ്ങനെ അമ്പലങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു. എന്നിട്ട് കാറിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓടിച്ചത് മനോഹരേട്ടൻ തന്നെയായിരുന്നു. മയങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. പാണമ്പ്ര വളവിൽ വെച്ച് ഇരുമ്പ് കമ്പിയും കയറ്റി മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി. മുൻസീറ്റിൽ തന്നെ ആയിരുന്നിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. 2-3 വർഷമായിട്ട് ആരുമായി ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. ആ, സാറ് വരൂ. ഇതാ ഇടതുവശത്തെ മുറിയിലാണ്. എഴുന്നേൽക്കാനൊന്നും വയ്യ. ഒരേ കിടപ്പാണ്. സരസ്വതി, ആരാ അത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ അത്? മനോഹര, ഇത് ഞാനാണ്. എന്നെ മനസ്സിലായില്ലേ? ആരാ? കണ്ണ് തുറന്ന് കിടക്കുന്നു എന്നേയുള്ളൂ. ഒന്നും കാണാൻ പറ്റില്ല. 2 കണ്ണിലും ലോറിയിൽ നിന്നും കമ്പികൾ തുളച്ചു കയറി കാഴ്ച അപ്പാടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ കൃത്രിമ കണ്ണ് വെച്ചതാണ്. കാഴ്ച തീരെയില്ല. ആരാ സരസ്വതി? നീ ആരോടാണ് ഈ പഴംപുരാണമൊക്കെ വിളമ്പുന്നത്? മനോഹര, ഇത് ഞാനാണ്. ഞാൻ ദാസൻ. ദാസൻ മാഷ്. ആരാ? ദാസൻ മാഷോ? അപ്പോ സരസ്വതി, നീ പോയി ദാസൻ മാഷ് ചായ എടുക്ക്. വേണ്ട ടീച്ചറെ, ചായയൊന്നും വേണ്ട. ഞാനിപ്പോ ടൗണിൽ നിന്ന് കുടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ടീച്ചറുടെ ജോലി ചെയ്തോളൂ. ഏറെ കാലം കൂടി കാണുന്നതല്ലേ, ഞങ്ങൾ കുറച്ചുനേരം സ്വതന്ത്രമായി സംസാരിച്ചിരിക്കട്ടെ. എന്നാൽ സാർ ഈ കസേരയിലേക്ക് ഇരുന്നോളൂ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. രാത്രിയിലേക്ക് എന്തേലും ഉണ്ടാക്കണം. ഷുഗർ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിൽ കർശന നിയന്ത്രണമാണ്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ ടീച്ചറെ. ദാസൻ മാഷ് എപ്പോഴാണ് പുറത്തിറങ്ങിയെന്നല്ലേ? ഇന്ന് രാവിലെ. 3 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് രാവിലെ പുറത്തിറങ്ങി. ജയിലിൽ നിന്നിറങ്ങിയപ്പോ ആദ്യം കാണേണ്ടത് മനോഹരനെയാണെന്ന് തോന്നി. ഒരേ പാത്രത്തിലുണ്ട്,
ഒരേ പായിൽ കിടന്നുറങ്ങി എന്നതുപോലെ ആയിരുന്നല്ലോ നാം കഴിഞ്ഞത്. അങ്ങനെ വന്നു. പക്ഷേ ഇപ്പോ ഒന്നിനും വയ്യാതെ ഒരു നനഞ്ഞ തുണി പോലെ കിടക്കുന്ന നിന്നെ കണ്ടപ്പോ തോന്നുന്നു വേണ്ടായിരുന്നെന്ന്. ഒന്നും വേണ്ടായിരുന്നെന്ന്. ദാസമാഷിന് വിഷമം തോന്നിയിരിക്കും ഞങ്ങളൊന്നും ജയിലിൽ വന്ന് കാണാഞ്ഞിട്ട്, അല്ലേ? എന്തിനു വിഷമിക്കണം? നിങ്ങൾക്കൊക്കെ തിരക്കായിരുന്നില്ലേ? പൊതുവിദ്യാഭ്യാസ യജ്ഞമൊക്കെ നടക്കുന്ന കാലായിരുന്നില്ലേ? സമൂഹത്തെ മുഴുവൻ വിദ്യാലയത്തോട് കൂട്ടിപ്പിടിക്കാൻ വല്ലാതെ പരിശ്രമിക്കുകയായിരുന്നല്ലോ നിങ്ങൾ. ആകെ എന്നെ ജയിലിൽ വന്ന് കാണാറുണ്ടായിരുന്നത് അവൾ മാത്രമാണ്, സുലോചന, എന്റെ ഭാര്യ. ഞാൻ നിരപരാധിയാണെന്ന് 100% വിശ്വസിച്ചിരുന്നത് അവൾ ഒരാൾ മാത്രമാണ്. ദാസമാഷേ, എല്ലാം ദൈവത്തിന്റെ ഓരോരോ കളികളാണ്. നമുക്കൊന്നും ചെയ്യാനാവില്ല. മനോഹര, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ജന്മജന്മാന്തരങ്ങളിൽ എപ്പോഴോ അറിയാതെ ചെയ്തുപോയ ഏതോ തെറ്റിന് ദൈവം തന്ന ശിക്ഷയായിരിക്കുമെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി എന്നെ കാണാൻ ജയിലിൽ വന്നതോടെ എനിക്ക് ആ വിശ്വാസം തിരുത്തേണ്ടി വന്നു. ശ്രീലക്ഷ്മി? അതെ, ശ്രീലക്ഷ്മി തന്നെ. ഏറെ നേരം ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കി നിന്നതിന് ശേഷം ജയിലഴികൾക്കിടയിലൂടെ എന്റെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, പെരും കള്ളിയാണ് അവളെന്ന്. കുറ്റബോധം കൊണ്ട് മനസ്സ് നീറിപ്പോകാൻ തുടങ്ങിയപ്പോ ജയിലിൽ വന്നതായിരിക്കും അവൾ. വിശ്വസിക്കരുത് അവളെ. അന്ന് ശ്രീലക്ഷ്മി ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്. അവളെ അരുൺ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. സ്കൂളിൽ പോകുന്ന പോലെ യൂണിഫോമിൽ അവൾ ജയിലിലെത്തി. കരഞ്ഞ് കാലുപിടിച്ച് ജയിലധികൃതരുടെ അനുവാദം വാങ്ങിയാണ് അവരെന്നെ കണ്ടത്. എന്നെ അഭിമുഖീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന ശ്രീലക്ഷ്മിയെ അരുൺ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അരുണോ? ഏതരുൺ? മനോഹരൻ ഇത്ര വേഗം മറന്നോ? ഓണം സെലിബ്രേഷന് മദ്യപിച്ചു വന്നതിന്റെ പേരിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ അരുൺ. ശ്രീലക്ഷ്മിയുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന മെലിഞ്ഞു നീണ്ട ഒരു കുഞ്ഞു കുട്ടി. ഓർമ്മയില്ലേ മനോഹരന്? അത് അരുൺ. അരുൺ, ഓർമ്മയുണ്ട്. എന്താ മനോഹര, എന്തുപറ്റി? ആകെ വിയർക്കുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കണോ? ടീച്ചറെ വിളിക്കണോ? വേണ്ട, ഒന്നും സാരമില്ല. ആ അപകടത്തിന് ശേഷം ചിലപ്പോ ഇങ്ങനെയാണ്. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നോക്കുമ്പോ ആകെ ഒരു വിമ്മിട്ടാണ്. ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്. ഓക്കെ. മനോഹര, നിന്നെപ്പോലെ എനിക്കും ആ പഴയകാലം ഓർക്കുമ്പോ വല്ലാത്ത വിമ്മിട്ടാണ്. എത്ര സന്തോഷത്തോടും സമാധാനത്തോടും കഴിഞ്ഞ കാലായിരുന്നു അത്. സ്കൂൾ ഒരു വികാരമായി കൊണ്ടു നടന്ന കാലം. SSLCക്ക് 100% വിജയം നേടാൻ കിണഞ്ഞു പരിശ്രമിച്ച കാലം. കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് ഗ്രാമത്തിലെ പൊതുയിടങ്ങളിൽ വെച്ച് വിതരണം ചെയ്ത് ജനപ്രതിനിധികളെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് നിർത്തി സ്കൂളിനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ച കാലം. മനോഹരന് ഓർമ്മയില്ലേ? സ്കൂൾ വിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ 10-15 അധ്യാപകർ ഒരുമിച്ച് ഗ്രാമപാതകളിലൂടെ ഉൾനാടൻ ഇടവഴികളിലൂടെ നടന്ന് വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനം നടത്തിയിരുന്നത്. ഓരോ വിദ്യാർത്ഥിയും ഒരു രക്ഷിതാവിന്റെ മാത്രമല്ല, ഒരു നാടിന്റെ സമ്പത്താണെന്ന് ഓർമ്മപ്പെടുത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നാടൊന്നിച്ചു കൂടെയുണ്ടാവണമെന്ന് കരുതി പ്രവർത്തിച്ച നാളുകൾ. ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഒരുമിപ്പിക്കാൻ അന്നത്തെ ദാസൻ മാസ്റ്ററുടെ നേതൃത്വത്തിന്റെ കഴിവ് അപാരം തന്നെയായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കലങ്ങി മറിഞ്ഞത്. സ്വച്ഛമായി ഒഴുകിയിരുന്ന നദി പെട്ടെന്ന് പ്രക്ഷുബ്ധമായ പോലെ. ഓർക്കുന്നുണ്ടോ മനോഹര നീ ആ ദിവസം? ഓർക്കുന്നുണ്ടോന്നോ? ആർക്കെങ്കിലും മറക്കാനാവും ആ ദിവസം? സ്കൂള് മുഴുവൻ ആ വാർത്ത കേട്ട് നിശ്ചലമായി പോയ ദിവസം ഓർക്കുന്നുണ്ട്. ഞാനെല്ലാം ഓർക്കുന്നുണ്ട്. എനിക്ക് മരിച്ചാലും മറക്കാനാകാത്ത ദിവസമാണത്. മരിച്ചാലും മറക്കാനാകാത്ത ദിവസം.
സർ, സർ. വരൂ. ആരെ? അനിത ടീച്ചറായിരുന്നു. അകത്തേക്ക് വരൂ. ഇതെന്താ, അനിത ടീച്ചർക്ക് ഈ പീരീഡ് ക്ലാസ് ഇല്ലേ? ഉണ്ട് സർ. 9B-യിലാണ്. ഞാൻ ഫസ്റ്റ് അസിസ്റ്റന്റിനോട് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ വിട്ടിട്ടുണ്ട്. എന്തു പറ്റി? സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. ഒരു പരാതി കേൾക്കാനുണ്ടായിരുന്നു. സ്കൂൾ ജാഗ്രതാ സമിതി കൺവീനറായി പോയില്ലേ? ഓ, ജാഗ്രതാ സമിതി വന്നതോടെ സ്കൂളിൽ പരാതികളും കൂടിയിട്ടുണ്ട് അല്ലേ? അതിരിക്കട്ടെ, ആർക്കാണ് പരാതി? എന്താണ് പരാതി? ടീച്ചർ ഇരിക്കൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോകാതെ 10C ക്ലാസ്സിലെ ശ്രീലക്ഷ്മി ക്ലാസ്സിലിരുന്ന് കരയാണെന്ന് മറ്റു കുട്ടികൾ വന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളെയും കൂട്ടി ലാബിൽ പോയിരുന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. 10Cയിലെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് വാങ്ങിക്കുന്ന ആ വെളുത്തു നീണ്ട? അതെ, ആ കുട്ടി തന്നെ. അതൊരു നല്ല കുട്ടിയാണല്ലോ. പൊതുവെ ആരെക്കുറിച്ചും പരാതിയൊന്നും പറയാത്ത അവൾക്ക് എന്തു പറ്റി? സംഗതി അല്പം സീരിയസ് ആണ് സർ. പോക്സോ കേസാണ്. എന്ത്? പോക്സോ കേസോ? ഏത് കുട്ടിയാണ് അവളോട് മോശമായി പെരുമാറിയത്? കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ്. പിന്നെ സ്കൂളിന് പുറത്തുള്ളവരാണോ? അല്ല സർ, പരാതി നമ്മുടെ മാഷെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ മാഷെക്കുറിച്ചോ? ഏത് മാഷെക്കുറിച്ച്? ദാസമാഷെക്കുറിച്ച്. ദാസമാഷെക്കുറിച്ചാണോ? ടീച്ചർ എന്താണ് ഈ പറയുന്നത്? അതെ സർ, ഞാൻ സത്യമാണ് പറയുന്നത്. ദാസമാഷ് എന്ത് ചെയ്തു? ഇന്ന് മോണോ ആക്ടിന്റെ റിഹേഴ്സൽ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചായിരുന്നു. ലാബിലുണ്ടായിരുന്ന മനോഹരൻ മാഷും അനിൽ മാഷും ഒക്കെ പോന്നതിന് ശേഷം ദാസമാഷ് അവളെ. അനിത ടീച്ചർ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ശ്രീലക്ഷ്മി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പദ്യം, പ്രസംഗം, മോണോ ആക്ട് എല്ലാം പഠിപ്പിച്ചതും സംസ്ഥാനത്ത് വരെ അവളെ കൊണ്ടുപോയി എ ഗ്രേഡും ഫസ്റ്റും ഒക്കെ വാങ്ങിക്കൊടുത്തതും എല്ലാം ഈ ദാസമാഷ് തന്നെയല്ലേ? മാഷ് അത്രയേറെ താല്പര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പോ എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ലല്ലോ. എനിക്ക് ആദ്യം വിശ്വാസം വന്നിരുന്നില്ല. പിന്നെ ഞാൻ നടന്ന സംഭവമൊക്കെ എഴുതി തരാൻ പറഞ്ഞപ്പോ ആ കുട്ടിയെല്ലാം വള്ളി പുള്ളി വിടാതെ എഴുതി തന്നു. എന്റെ ഗുരുവായൂരപ്പ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഈ ഹെഡ് മാസ്റ്റർ എന്ന മുൾക്കിരീടം ഊരിവെക്കാൻ ഇനി 5-6 മാസം കൂടിയേ ഉള്ളൂ. അതിനിടയിൽ ഇനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. ജാഗ്രതാ സമിതിയിൽ പരാതി എത്തിയതും അവരറിയും. ഇനി ഇത് സ്കൂളിലും നാട്ടിലും സ്പ്രെഡ് ആവാൻ ഏറെ സമയമൊന്നും വേണ്ട. ഇതിലെന്തോ ചതിയുണ്ട്. ദാസമാഷ് ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല. 25 വർഷത്തോളമായി ദാസമാഷെ എനിക്ക് അടുത്തറിയാം. മോശമായ ഒരു പ്രവൃത്തി പോയിട്ട് മോശമായ ഒരു വാക്ക് പോലും സ്കൂളിൽ ഉപയോഗിക്കാത്ത മാഷാണ്. സ്റ്റാഫ് റൂമിൽ ലേഡി ടീച്ചേഴ്സ് ഇരിക്കെ അധ്യാപകർ പറയുന്ന തമാശ കഥകൾ സഭ്യതയുടെ അതിരുവിടുമ്പോ ദാസമാഷ് ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ശ്രീലക്ഷ്മിയുടെ ആരോപണം നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ഞാൻ റിട്ടയർ ചെയ്താൽ അടുത്ത വർഷം ഹെഡ് മാസ്റ്റർ ആവേണ്ട ആളാണ്. 10 വർഷത്തോളം സർവീസ് ഇനിയും ബാക്കിയുണ്ട്. ദാസമാഷ പോലെ ഒരാൾക്ക് സ്കൂളിനെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനിടയിലാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാ ഉണ്ടാവും പോകുന്നത് ആർക്കറിയാം? അനിത ടീച്ചറെ, നമുക്ക് ശ്രീലക്ഷ്മിയെ ഈ മുറിയിലേക്കൊന്ന് വിളിപ്പിച്ച്. സാറ് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ ആ കുട്ടിയോട് പലതും പറഞ്ഞു നോക്കിയതാണ്. പക്ഷെ അവൾ ഒന്നിനും വഴങ്ങാതെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പോരാത്തതിന് സംഗതി എഴുതി തരുക ചെയ്തത്. അത് ശരിക്കും ഒരു റിട്ടേൺ കംപ്ലൈന്റ് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ജാഗ്രതാ സമിതി കൺവീനർ എന്ന നിലയിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണ്? ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലുടനെ ചൈൽഡ് ലൈനിലും പോലീസിലും അറിയിക്കണമെന്നാണ്. ടീച്ചറെ, അതിപ്പോ ഇത് മറ്റൊന്നും പോലെയല്ല. ഉടൻ നടപടിയായിരിക്കും. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഒട്ടും താമസിക്കില്ല. 3 വർഷം മുതൽ 12 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. ശ്രീലക്ഷ്മിയുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ദാസമ്മാഷയുടെ മോള് വന്ദന, തൊട്ടടുത്ത സ്കൂളിൽ ടീച്ചറായ ദാസമ്മാഷയുടെ ഭാര്യ സുലോചന, ഇവരൊക്കെ ഇതറിയുമ്പോ കുടുംബവും ജീവിതവും ആകെ തകർന്ന് തരിപ്പണമായി പോയില്ലേ? സാറേ, ഇത്തരം കാര്യങ്ങൾ കുട്ടി പറഞ്ഞിട്ടും മറച്ചു വെക്കുന്നവർക്ക് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാം. അതുകൊണ്ട് സാർ എന്ത് വേണേലും ചെയ്തോളൂ. എനിക്ക് കിട്ടിയ ശ്രീലക്ഷ്മിയുടെ പരാതിയും ചൈൽഡ് ലൈനിലും പോലീസിലും ഉടൻ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്റെ അന്വേഷണ റിപ്പോർട്ടും ഞാനിതാ
സാറിന് നൽകുക. ഇനി ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. അനിത ടീച്ചർക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദാസമാഷെ പോലുള്ള ഒരാളുടെ കാര്യമായതുകൊണ്ടാണ്. ഈ സ്കൂളിന്റെ നെടുന്തൂണാണ് ദാസമാഷ് എന്ന കാര്യം മറക്കരുത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഒരുപോലെ സമ്മതനായിട്ടുള്ള ഒരാൾ. നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ പല ക്രിട്ടിക്കൽ സന്ദർഭങ്ങളിലും നാം രക്ഷപ്പെട്ടു പോകുന്നത് ദാസമാഷ മുന്നിൽ നിർത്തിയിട്ടാണ്. എന്തിന് തൊട്ടടുത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിട്ടും നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരാത്തത് ദാസമാഷെ പോലുള്ളവർ ഉള്ളതുകൊണ്ടാണ്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രീലക്ഷ്മിയുടെ പരാതി കണ്ടില്ലെന്ന് നടിക്കാനാണോ? അങ്ങനെയല്ല. അന്വേഷിച്ച് പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് നോക്കി സാവകാശത്തിലാവാൻ തുടർ നടപടി എന്നാണ്. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ശരി, അനിത ടീച്ചർ ഒരു കാര്യം ചെയ്യൂ. ജാഗ്രതാ സമിതിയിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒരു അടിയന്തര യോഗം ഇന്ന് 4 മണിക്ക് അറേഞ്ച് ചെയ്തോളൂ. അതിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് എന്ന നിലയിൽ ദാസമാഷ് ഉണ്ടാവുമല്ലോ. നമുക്ക് അദ്ദേഹത്തോട് നിജസ്ഥിതി ചോദിച്ചറിയുകയും ചെയ്യാം. എന്നിട്ട് അവിടെ വെച്ച് തീരുമാനമെടുക്കാം. പിന്നെ ഇക്കാര്യം ഇപ്പോൾ ദാസമാഷോടും മറ്റു ടീച്ചേഴ്സിനോടും ഒന്നും പറയണ്ട. ശരി സാർ. ഓ, കാത്തിരുന്ന് മുഷിഞ്ഞോ? അനിത ടീച്ചറെ, യോഗത്തിൽ പങ്കെടുക്കേണ്ടവരെല്ലാം എത്തിച്ചേർന്നോ? ഇനി സുമേഷ് മാഷൂടെ വേണോ? സാറിന്ന് ലീവാ. അപ്പോ ഇവിടെയുള്ളവരെല്ലാം എത്തി. ഞാനാണ് വൈകിയതല്ലേ? ഞാൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് 8ാം ക്ലാസ്സുകാർ ഒരു അടിപിടി കേസുമായി വന്നത്. അത് പറഞ്ഞു തീർക്കാൻ നിന്നതുകൊണ്ടാണ് അല്പം വൈകിയത്. എന്നാൽ നമുക്ക് തുടങ്ങാം. ജാഗ്രതാ സമിതി അടിയന്തരമായി വിളിച്ചു ചേർത്തതിന്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല സർ. എങ്കിൽ കൺവീനർ തന്നെ ഇപ്പോൾ പറഞ്ഞോളൂ. വേണ്ട സർ, ഞാൻ സാറിനോടെല്ലാം വിശദമായി പറഞ്ഞതല്ലേ. ഇനി സാറ് തന്നെ പറയുന്നതാണ് നല്ലത്. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ തന്നെ പറയാം. നമ്മുടെ ഒരു പെൺകുട്ടി ജാഗ്രതാ സമിതി കൺവീനറായ അനിത ടീച്ചറോട് ഒരു പരാതി പറഞ്ഞിരിക്കുന്നു. പറയുക മാത്രമല്ല, റിട്ടേൺ ആയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ് സർ ആ കുട്ടി? എന്താണ് പരാതി? കുട്ടി നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ളതാണ്. നമ്മുടെ സ്കൂളിന്റെ പേര് സംസ്ഥാന ലെവലിൽ എത്തിച്ച 10C ക്ലാസ്സിലെ ശ്രീലക്ഷ്മിയില്ലേ, അവളാണ്. ശ്രീലക്ഷ്മിയോ? അവൾക്ക് എന്താണ് പരാതി? ആരെക്കുറിച്ച പരാതി? പരാതി കുറച്ച് ഗൗരവമുള്ളതാണ്. ലൈംഗികാതിക്രമം പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പരാതി ദാസമാഷെക്കുറിച്ചാണ്. സാർ എന്നെക്കുറിച്ചോ? എന്നെക്കുറിച്ച് ശ്രീലക്ഷ്മി പരാതി പറഞ്ഞെന്നോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ്? ദാസമാഷെക്കുറിച്ച് ശ്രീലക്ഷ്മി പരാതി പറയുകയെ വിശ്വസിക്കാനാവുന്നില്ലല്ലോ. അവളെ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ 8ാം ക്ലാസ്സിൽ വന്നു ചേർന്നത് മുതൽ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ട് നടന്നതും പഠിപ്പിച്ചതും ഒക്കെ ദാസമാഷല്ലേ. എന്നിട്ടിപ്പോ എനിക്കും അതാണ് അതിശയം. പക്ഷെ കുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സാർ, ഞാൻ എന്തു ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്? ഇന്ന് മോണോ ആക്ടിന്റെ റിഹേഴ്സലിനിടയിൽ സാർ, ഇന്ന് മോണോ ആക്ടിന്റെ റിഹേഴ്സൽ നടന്നത് കമ്പ്യൂട്ടർ ലാബിൽ വെച്ചാണ്. അതും ആ കുട്ടിയുടെ നിർബന്ധമായിരുന്നു. ഞാൻ പതിവ് പോലെ ഓപ്പൺ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഗ്രൗണ്ടിൽ കുട്ടികളുണ്ട്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് കമ്പ്യൂട്ടർ ലാബ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ലാബിലേക്ക് വരുമ്പോ മുറിയിൽ മനോഹരൻ മാഷൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ സാർ? ഞങ്ങളവിടെ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. ഞാനും അനിൽ മാഷും ഇൻകം ടാക്സിന്റെ പേപ്പർ ശരിയാക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് പോയി. അതെ, നിങ്ങൾ പോയ ഉടനെ ഞങ്ങളും മതിയാക്കിയിട്ടുണ്ട്. ഓഹോ, അത് ശ്രീലക്ഷ്മി പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനോഹരൻ മാഷൊക്കെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ദാസം മാഷ് എന്താണ് പറയുന്നത്? എന്റെ മകൾ വന്ദനയും ശ്രീലക്ഷ്മിയുടെ ക്ലാസ്സിൽ തന്നെയല്ലേ പഠിക്കുന്നത്? രണ്ടുപേരെ ഞാൻ ഒരുപോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പരാതിക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകളുണ്ടോ എന്നാണ് എന്റെ സംശയം. ആരുടെ കൈകൾ? ദാസം മാഷോട് വിരോധമുള്ളവർ ഇവിടെ ആരാണുള്ളത്? കുട്ടികളുടെ സമരമൊക്കെ അടിച്ചമർത്തി അവരെ ക്ലാസ്സിൽ കയറ്റിയിരുന്നത് കൊണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ദാസൻ മാഷോട് വിരോധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോരാഞ്ഞിട്ട് ചില ടീച്ചേഴ്സിനും. ഞാനൊരു സംശയം പറഞ്ഞേ ഉള്ളൂ. രേഷ്മ ടീച്ചർക്കറിയോ, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ള അഭിപ്രായ വ്യത്യാസവും വെറുപ്പും മാത്രമേ എന്നോടെന്നല്ല ഏതൊരു അധ്യാപകനോടുണ്ടാവൂ. കുറച്ചു കഴിയുമ്പോ അവരത് മറക്കും. എന്തെങ്കിലും ഉള്ളിൽ വെച്ചുകൊണ്ട് കുട്ടികൾ ഒരിക്കലും
അധ്യാപകരോട് പ്രതികരിക്കാനൊന്നും വരില്ല. ഇത് മറ്റാരുടെയോ കരുതിക്കുട്ടിയുള്ള... ദാസമാഷ് എന്താ ഈ പറയുന്നത്? കരുതിക്കുട്ടിയാണെങ്കിൽ ഇവിടെ 10-60 അധ്യാപകരുണ്ടല്ലോ. അവരെക്കുറിച്ചൊന്നും എന്താ പരാതിയില്ലാത്തത്? അതെ അതെ ടീച്ചർ, അനിത ടീച്ചർ തന്നെയാണോ ഈ പറയുന്നത്? ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ പറയുന്ന പോലെ ഞാനെന്തോ ആ കുട്ടിയെ ചെയ്തിട്ടുണ്ടെന്നാണോ ടീച്ചറും കരുതുന്നത്? അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ടീച്ചർക്കും എന്നെ സംശയമാണല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തേണ്ട സമയമല്ല ഇത്. നമുക്ക് ഇതിനൊരു രമ്യമായ പരിഹാരമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്... സർ, ഒരു നിമിഷം. അനിത ടീച്ചർക്ക് പോലെ എന്നെ സംശയമുള്ള സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഈ യോഗത്തിൽ ഞാൻ തുടർന്നിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ പോകുന്നു. ദാസം മാഷ് കുട്ടികളെ പോലെ വികാരത്തിന് അടിമപ്പെടരുത്. അനിത ടീച്ചർ പൊതുവായ ഒരു കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഈ പരാതിയെക്കുറിച്ച് മാഷക്ക് എന്താ പറയാനുള്ളത്? അതുകൂടി കേൾക്കാനാണ് ഈ യോഗം. മാഷ് ഇരിക്കൂ. വേണ്ട സർ, എനിക്കിപ്പോ പറയാനുള്ളത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ അതാരാണ് സർ വിശ്വസിക്കാൻ പോകുന്നത്? എന്റെ കയ്യിൽ സാക്ഷികളോ തെളിവുകളോ ഇല്ല സർ. കരള് പറിച്ച് കയ്യിൽ തന്നാലും ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്ന ഈ ലോകത്തെ ഞാൻ പിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാനാണ്? ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് സർ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. പാവം, ഹൃദയം നുറുങ്ങിക്കൊണ്ടാണ് ദാസം മാസ്റ്റർ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ പരാതിയേക്കാൾ മാഷ വേദനിപ്പിച്ചത് അനിത ടീച്ചറുടെ വാക്കുകളാണ്. ടീച്ചർ അങ്ങനെ മുഖമടച്ച് പറയേണ്ടായിരുന്നു. സാർ എന്താണ് ഈ പറയുന്നത്? ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ കുട്ടിയുടെ പക്ഷത്താണ്. ഞങ്ങളൊക്കെ കുട്ടികളുടെ പക്ഷത്തു തന്നെയാണ്. എന്നാലും സഹപ്രവർത്തകരെയും നാം കുറച്ചൊക്കെ വിശ്വസിക്കണം. അനിത ടീച്ചർ കഴിഞ്ഞതൊന്നും അത്ര വേഗം മറക്കരുത്. പണ്ട് ടീച്ചർ ഈ സ്കൂളിൽ അധ്യാപികയായി ചേരാൻ വേണ്ടി വന്നപ്പോ മാനേജർ ലേഡീസിനെ ചേർക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മടക്കിയച്ചത് ഓർമ്മയുണ്ടോ? ഈ ദാസം മാഷ് ഇടപെട്ടിട്ടാണ് ഒടുക്കൻ ടീച്ചർക്ക് ഇവിടെ അധ്യാപികയാകാൻ കഴിഞ്ഞത്. അതിനുശേഷം ടീച്ചറുടെ കണക്ക് ക്ലാസ് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം വെച്ചപ്പോ അവരെ ശാന്തരാക്കാൻ ക്ലാസ്സിൽ പുറത്ത് വരാന്തയിൽ എത്രയോ ദിവസം കാവൽ നിന്നത് ഈ ദാസം മാഷായിരുന്നു. മാഷെ, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പിരിയാം. എങ്കിൽ മനോഹര മാഷ് തന്നെ മാഷുടെ അഭിപ്രായം പറയൂ. സാറേ, ഇത്തരം കേസുകൾ വന്നാൽ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യുക. മുഖം നോക്കാതെയുള്ള നടപടി. ഞാനും അതുതന്നെയാണ് പറയുന്നത്. വെറുതെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ എല്ലാരും നാറും. നാളെ ഇത് പബ്ലിക് അറിയും. കുട്ടികൾ സമരവുമായി വരും. ആകെ പ്രശ്നാവും. അല്ലെങ്കിൽ തന്നെ എയ്ഡഡ് സ്കൂളുകൾ തമ്മിൽ വല്ലാത്ത മത്സരം നടക്കുന്ന കാല. എന്തെങ്കിലും കാരണം കണ്ടെത്തി കുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോവാൻ തക്കം പാർത്തിരിക്കുക അടുത്ത സ്കൂളുകാർ. ഒരു കുട്ടി പോയാൽ പോലും ഡിവിഷൻ കുറയുന്ന അവസ്ഥയാ നമ്മുടേത്. ഒരു ഡിവിഷൻ നഷ്ടപ്പെട്ടാൽ ഒന്നിലധികം ടീച്ചേഴ്സിന്റെ ജോലി പോകും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം ഈ പ്രശ്നം. നമുക്ക് കുറച്ചു പേർക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി അതിന്റെ അമ്മയൊന്ന് കണ്ട് സംസാരിച്ചാലോ? എന്റെ മനസ്സിലും രേഷ്മ ടീച്ചർ പറഞ്ഞു തന്നെയാ ഉള്ളത്. ദാസം മാഷ ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് നന്നായി അറിയാം. തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് കുടുംബം പോറ്റാൻ പാടുവിടുമ്പോ ആ അമ്മയ്ക്ക് കുട്ടിയെ കലോത്സവത്തിലൊന്നും പങ്കെടുപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞല്ലേ ശ്രീലക്ഷ്മിയുടെ കാര്യം ദാസം മാഷ ഏറ്റെടുത്തു തന്നെ. അവൾക്ക് വേണ്ടി മാഷ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അമ്മ സത്യം മനസ്സിലാക്കാതിരിക്കില്ല. സാറേ, സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. പരാതി പറഞ്ഞ് കുട്ടിയുടെ അമ്മയെ സ്വാധീനിക്കാൻ അധ്യാപകർ വീട്ടിൽ ചെന്നു എന്ന് പറഞ്ഞായിരിക്കും നാളെ പോകില്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ചെയ്യാനൊന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചൈൽഡ് ലൈനിൽ അറിയിക്കാം. ബാക്കി അവര് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ഇതൊന്ന് തലയുരാം. ദാസമാഷിന്റെ ഭാര്യ, മകൾ, അവരുടെ കുടുംബം ഒക്കെ നോക്കണം. നാളെ നമ്മുടെ ആരുടെയും പേരിൽ ഇത്തരം കള്ളപ്പരാതികൾ വരാവുന്നതേയുള്ളൂ. ഓഹോ, കള്ളപ്പരാതിയാണെന്ന് ടീച്ചർ എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിയത്? രേഷ്മ ടീച്ചർക്ക് എന്താ ദാസം മാഷോട് ഒരു സോഫ്റ്റ് കോർണർ? അതിപ്പോഴായിട്ടല്ല, എപ്പോഴുണ്ട് ടീച്ചർക്ക് ദാസം മാഷോട് ഒരു സോഫ്റ്റ് കോർണർ. ആർക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടായാലും ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. അതാ എന്റെ അഭിപ്രായം. എനിക്ക് ദാസമാഷോട് മാത്രമല്ല ടീച്ചറെ, എനിക്ക് എല്ലാ സഹപ്രവർത്തകരോടും സോഫ്റ്റ് കോർണറാ. അത് മനുഷ്യത്വം മുഴുവനായി വറ്റിപ്പോവാത്തതുകൊണ്ടാണ്. പിന്നെ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഉപ്പു തിന്നാത്തവനെ നമ്മളായിട്ട് വെള്ളം കുടിപ്പിക്കരുത് എന്നേ ഉള്ളൂ. അനിതയും രേഷ്മയും വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു തമ്മിൽ തല്ലണ്ട. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇവിടെ എപ്പോ തന്നെയുണ്ട്. പക്ഷെ മാഷ് കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇന്നിപ്പോ വൈകുന്നേരം ആയല്ലോ. നാളെ രാവിലെ തന്നെ പ്രശ്നം ചൈൽഡ് ലൈനിൽ അറിയിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ആയിക്കോട്ടെ, നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ.
ഇതെന്താ, നിനക്ക് സ്കൂൾ വിട്ടു വന്നിട്ട് ഇതുവരെ യൂണിഫോം ഒന്നും അഴിച്ചു വെക്കാനായിട്ടില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്കെന്താ പറ്റിയത്? കടന്നൽ കുത്തിയ പോലെ മുഖവും വീർപ്പിച്ചു നിൽക്കുന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ നിന്റെ അച്ഛന്റെ കൂടെയാണോ വന്നത്? സ്കൂൾ വിട്ട ഉടനെ ഞാനിങ്ങ് പോന്നു. അച്ഛനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ ഒന്ന് തുറന്നു പറയേ. ക്ലാസ്സിൽ വെച്ച് അച്ഛൻ നിന്നെ വഴക്കു പറഞ്ഞോ? അമ്മേ, എന്താ എന്താ മോളെ നിനക്ക്? അമ്മേ, അച്ഛൻ 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 അച്ഛന്റെ ക്ലാസ്സിലെ ശ്രീലക്ഷ്മിയാ. നിന്റെ ക്ലാസ്സിലെ ശ്രീലക്ഷ്മിയെ അച്ഛൻ എന്ത് ചെയ്തു എന്നാ? ഞാൻ എങ്ങനെ അമ്മ അത് പറയാ? ശ്രീലക്ഷ്മി ടീച്ചേഴ്സിനോടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു. കുട്ടികളൊക്കെ അറിഞ്ഞു. ഞാൻ ആകെ നാണം കെട്ടുപോയമ്മേ. എന്താ മോളെ ഉണ്ടായത്? നീ ഒന്ന് തെളിച്ചു പറയേ. ഇന്ന് 3ാം പീരീഡില് 3 ആക്ട് റിഹേഴ്സൽ നടക്കുമ്പോ കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് അച്ഛൻ ശ്രീലക്ഷ്മിയെ കുട്ടികളൊക്കെ അറിഞ്ഞു. അവരെന്നെ നോക്കി അർത്ഥം വെച്ച് ചിരിക്കുകയും കുശുകുശുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഭൂമി പിളർന്ന് അതിനടിയിൽ പെട്ടുപോയെങ്കിൽ എന്നുപോലും ഞാൻ ആശിച്ചു പോയ അമ്മ. വന്ദനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അച്ഛൻ, അതും ശ്രീലക്ഷ്മിയെ, നിന്നെക്കാളും ഇഷ്ടമാണ് നിന്റെ അച്ഛന് ശ്രീലക്ഷ്മിയെ? അത് തന്നെ ഞാനും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടായതും ഓർക്കുമ്പോ തന്നെ നാണം കെട്ടു പോകുന്നു. അച്ഛനാണ് പോലും അച്ഛൻ. എന്താടി നീ പറയുന്നത്? കൂലിപ്പണി എടുത്ത് കഴിയുന്ന അമ്മ മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക്. അവളുടെ കഴിവുകൾ കണ്ട് അത് പ്രോത്സാഹിപ്പിച്ച് അവളെ ഉയർത്തിക്കൊണ്ടു വരാനല്ലേ അച്ഛൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരാരോപണവും ഉണ്ടാകാതിരിക്കാൻ മറ്റു ലേഡി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അവളെയും കൊണ്ട് മത്സരങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അച്ഛൻ നമ്മളെയും കൂടെ കൂട്ടുമായിരുന്നില്ലേ? അങ്ങനെയുള്ള അച്ഛനെയാണോ മോളെ നീ? എനിക്കൊന്നും കേക്കണ്ട. ഇന്ന് ഉച്ച മുതൽ ഞാൻ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാന്ന് എനിക്കറിയൂ. അമ്മയ്ക്കത് മനസ്സിലാവണമെങ്കിൽ നാളെ അമ്മയുടെ സ്റ്റാഫ് റൂമിൽ വെച്ച് മറ്റ് അധ്യാപകർ ഇതും പറഞ്ഞ് അർത്ഥം വെച്ച് ചിരിക്കുകയും കുശുകുശുക്കുകയും വേണം. ആരൊക്കെ എന്തൊക്കെ കുശുകുശുത്താലും അർത്ഥം വെച്ച് ചിരിച്ചാലും മോളെ, ഈ അമ്മയുടെ മനസ്സ് മാറില്ല. കാരണം നിന്റെ അച്ഛനെ എനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരൊരു പ്രവൃത്തി ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാ. അമ്മ അച്ഛന്റെ മഹത്വം പറഞ്ഞിരുന്നോ? എനിക്ക് അയാളെ കൺമുന്നിൽ കാണുക തന്നെ വേണ്ട, അറപ്പ് തോന്നുന്നു. നീ എന്താടി പറഞ്ഞത്? അച്ഛനെ കുറിച്ച് അയാളെന്നോ? അങ്ങനെ പറഞ്ഞാലും പോരാ, ഞാൻ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് ആ മനുഷ്യനെ. എടി, മെല്ലെ പറയ്. അച്ഛൻ വരുന്നുണ്ടാവും. ഇതെങ്ങാനും അദ്ദേഹം കേട്ടാലെന്താ? ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ഓർക്കണായിരുന്നു. എടി, മിണ്ടാതിരിക്കേ. എത്ര പെട്ടെന്നാ നീ അച്ഛനെ ഇങ്ങനെ തള്ളി പറയുന്നത്? എങ്ങനെ കഴിയുന്നു നിനക്ക്? എന്നും സ്കൂൾ വിട്ടു വന്ന ആ ചുമലിൽ തൂങ്ങിയായിരുന്നില്ലേ നടപ്പ്? ഇന്നലെ വരെ ഒരു കാര്യത്തിനും നിനക്ക് ഞാൻ വേണ്ടിയിരുന്നില്ലല്ലോ. എല്ലാറ്റിനും അച്ഛൻ മതിയായിരുന്നല്ലോ. അച്ഛൻ അതിന് ഇപ്പോഴല്ലേ എനിക്ക് അച്ഛനെ തിരിച്ചറിയാനായത്. ഒരുപക്ഷെ അച്ഛൻ എന്നെയും നോക്കി കണ്ടത് ആ കണ്ണുകൊണ്ടല്ലേന്ന് ആർക്കറിയാം. എന്തു പറഞ്ഞടി അസത്തെ നീ? നാക്കിനെല്ലില്ല എന്ന് വെച്ച് എന്തു പറയാമെന്നായോ? ഇനി നീ അച്ഛനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. അമ്മ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണേ ചെയ്തോ, എന്നാലും അച്ഛന്റെ കൂടെ ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. അച്ഛനുള്ള സ്കൂളിൽ ഞാൻ ഇനി പഠിക്കുകയില്ല. എന്നെ നാളെ തന്നെ അപ്പൂപ്പന്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയാ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോയി യൂണിഫോം മാറ്റി കുളിച്ച് സന്ധ്യാവിളക്ക് കൊളുത്ത്. എന്നിട്ട് അതിനു മുന്നിലിരുന്ന് ശ്രീരാമനാമം ജപിക്കും. അച്ഛനെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞ നാവ് പുഴുത്തു പോകാതിരിക്കാൻ അത്രയെങ്കിലും ചെയ്യേ. പോകാൻ. സുലോചനെ. അല്ല, എത്ര നേരായി ദാസേട്ടാ കാത്തിരിക്കുന്നു. സ്കൂൾ വിട്ടിട്ട് ഇതെവിടെ പോയതാ? എവിടെയായിരുന്നു ഇത്ര നേരം? ഇതെന്താ ഒന്നും മിണ്ടാതെ പുറത്തു തന്നെ നിൽക്കുന്നത്? വാ, അകത്തേക്ക് വാ. സുലോചനെ, വന്ദന എവിടെ? അവൾ അകത്തുണ്ട്. എന്നോട് അവളെല്ലാം പറഞ്ഞു. സുലോചനെ, ഞാൻ... എന്താ ദാസേട്ടാ ഇത്? കണ്ണു നിറഞ്ഞല്ലോ. ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കറിയാം എന്റെ ദാസേട്ടനെ. സുലോചനെ, നീ ദാസേട്ടൻ വിഷമിക്കണ്ട, ഞാനുണ്ടാകും കൂടെ. കാരണം
ദാസേട്ടന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസ. സുലോചനെ, നീ വിചാരിക്കും പോലെ ഒന്നല്ല കാര്യങ്ങൾ. ശ്രീലക്ഷ്മി നേരിട്ടാണ് എന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, അതൊക്കെ ആരോ ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് പറയിച്ചതായിരിക്കും. ദാസേട്ടൻ വിഷമിക്കണ്ട. സുലോചനെ, ഇന്ന് സ്കൂൾ വിട്ടതിന് ശേഷം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാൻ കഷ്ടപ്പെട്ടു പോയി. കുറെ നേരം വായനശാലയിൽ പോയിരുന്നു. നിന്നെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ പേടി. ഇനി എന്തു വേണമെങ്കിലും വന്നോട്ടെ, നീ ഒരാൾ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി. അത് മാത്രം മതി എനിക്ക്. ദാസേട്ടൻ ചെല്ല. മുഖമൊക്കെ കരുവാളിച്ച് ആകെ ക്ഷീണിച്ച് അവശനായിരിക്കുന്നു. ചെന്ന് കുളിച്ച് ഫ്രഷ് ആവ്. അപ്പോഴേക്ക് ഞാനൊരു ചൂട് ചായ എടുത്തു വെക്കാം. ഞാൻ വരാം. അല്ല, വന്ദന എവിടെ പോയി? അവൾ ഇന്ന് സ്കൂളിൽ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. പാവം എന്റെ മോള്. അവൾ എവിടെയുള്ളത്? അവളുടെ മുറിയിലുണ്ട്. ഞാൻ ചെന്നൊന്ന് കാണട്ടെ. വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും എന്റെ മോള്. ഞാൻ കാരണം അവൾ ഇന്ന് എന്തുമാത്രം നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടാവും. ദാസേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി കിടന്നതാ. ഭക്ഷണം കഴിച്ചു കിടന്നോ? ഇത്ര നേരത്തെയോ? ദാസേട്ടൻ ഇപ്പൊ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ചെല്ല, പോയി കുളിച്ചിട്ട് വന്നോളൂ. അപ്പോഴേക്ക് ഞാൻ ചായ എടുത്തു വെക്കാം. എന്താ സുലോചനെ, എന്താ? നമ്മുടെ മോള്? ദാസേട്ട, നമ്മുടെ വന്ദന കൊച്ചുകുട്ടിയല്ലേ. ദാസേട്ട ഒരിക്കലും അവൾ വെറുക്കരുത്. അവൾ ആകെ അപ്സെറ്റ് ആയിരിക്കുക. അവളുടെ മനസ്സിലെ വിഗ്രഹമാണ് ഉടഞ്ഞു പോയത്. ഇപ്പോ ദാസേട്ടൻ അവളെ കാണണ്ട. അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ വയ്യ. സുലോചനെ, ദാസേട്ട, എല്ലാം ശരിയാകും. ദാസേട്ട ഇപ്പോ മറ്റൊന്നും ചിന്തിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. ചെല്ല, ദാസേട്ടൻ ചെന്ന് കുളിച്ചിട്ട് വരൂ. ദാസേട്ടാ, ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ? എനിക്ക് ഭയം തോന്നുന്നു. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്നാലും ഈ രാത്രിയിൽ അവരാരെങ്കിലും വന്ന് ബഹളം വെച്ച നാട്ടുകാർ മുഴുവൻ അറിയും. അവര് ദാസേട്ടനെ എന്തെങ്കിലും ചെയ്യുമോന്നാ എന്റെ പേടി. സുലോചന, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ചെന്നൊന്ന് വാതിൽ തുറക്കട്ടെ. വേണ്ട, ദാസേട്ടൻ തുറക്കണ്ട. ഞാൻ തുറക്കാം. ദാസേട്ടൻ ബെഡ്റൂമിലേക്ക് പോയിക്കോ. അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ദാസേട്ടൻ എത്തിയിട്ടില്ലെന്ന് പറയും. എന്നാ നീ വേഗം ചെന്ന് കഥ തുറക്ക്. ഓ, മനോഹര മാഷായിരുന്നോ? ഞാൻ ആകെ ഭയന്നുപോയി. മാഷ് അകത്തേക്ക് വരൂ. ദാസേട്ടനകത്തുണ്ട്. എന്തേ സുലോചന ഭയപ്പെടാൻ? ഞാൻ വിചാരിച്ചു ശ്രീലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരികയായിരിക്കുമെന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ സുലോചന അറിഞ്ഞു അല്ലേ? വന്ദന പറഞ്ഞു. വരൂ, മാഷ് അകത്തേക്ക് വരൂ. ദാസേട്ടാ, ഇത് മനോഹര മാഷാ. ഇങ്ങോട്ട് പോരൂ. മനോഹരനായിരുന്നോ? ഇരിക്കൂ. അല്ല, എന്ത് തീരുമാനിച്ചു നിങ്ങൾ ജാഗ്രതാ സമിതിക്കാർ എന്റെ കാര്യത്തിൽ? അത് പിന്നെ പരാതി അത്തരത്തിലുള്ളതായതുകൊണ്ട് മറച്ചു വെച്ച ഹെഡ്മാസ്റ്റർ കൊടുങ്ങും. അതുകൊണ്ട് ചൈൽഡ് ലൈനിൽ അറിയിക്കാമെന്നാണ് ഒടുവിൽ തീരുമാനിച്ചത്. നന്നായി. അപ്പോൾ കാര്യത്തിൽ അനിത ടീച്ചർക്ക് മാത്രമല്ല, മനോഹരനടക്കം എല്ലാവർക്കും എന്നെ സംശയമുണ്ട്. ദാസമാഷ അങ്ങനെയൊന്നും പറയരുത്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പുരോഗതിക്കും പിന്നിൽ ദാസൻ മാസ്റ്ററുടെ നേതൃപാടവം എല്ലാവർക്കും അറിയുന്നതല്ലേ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോടനുബന്ധിച്ച് സമൂഹത്തെ ഇത്രയേറെ സ്കൂളിനോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതൊക്കെ ദാസൻ മാസ്റ്ററുടെ ഇടപെടൽ കൊണ്ടായിരുന്നില്ലേ? അങ്ങനെ പൊതുസമ്മതനായ ദാസൻ മാസ്റ്ററെ ഞങ്ങൾ എങ്ങനെ സംശയിക്കും? പക്ഷെ മാഷേ, അതൊക്കെ ഇങ്ങനെയൊരു പരാതിക്ക് മുന്നിൽ. ശരിയാണ്, നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ആരും എന്നെ സംശയിക്കുന്നില്ലെങ്കിൽ എനിക്കിനിയും മനസ്സിലാത്തൊരു കാര്യമുണ്ട്. ആരായിരിക്കും ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് ഇങ്ങനെയൊക്കെ പറയിച്ചതെന്ന്? ദാസൻ മാഷേ,
നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇതിപ്പോ ആരും ആവാം. ദാസൻ മാഷിന് എന്നെ പോലും സംശയിക്കാം. എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും ദാസൻ മാഷോട് വിദ്വേഷം കാണും. കാരണം അവരുടെ സമരങ്ങളെയൊക്കെ മാഷ് പൊളിച്ചെടുക്കുകയായിരുന്നില്ലേ പതിവ്? മനോഹരൻ എന്താണ് ഈ പറയുന്നത്? 1500ഓളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ ഏത് സംഘടനയുടെ സമരമായാലും സമരമൊന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്നത് 10-15 കുട്ടികൾ മാത്രമല്ലേ? അവരുടെ താല്പര്യത്തിനനുസരിച്ച് നാം നിന്നു കൊടുക്കണമായിരുന്നോ? അവരെ അനുനയിപ്പിച്ച് ശകാരിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ഞാൻ ക്ലാസ്സിൽ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരിക്കലും സമരം പൊളിച്ചെടുക്കലായിരുന്നില്ല. വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കലായിരുന്നു. അതുതന്നെ പഠിക്കാനായി മാത്രം വരുന്ന ഭൂരിപക്ഷം കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ ഓണാഘോഷത്തിന് മദ്യപിച്ചെത്തിയ അരുണിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് അതിനു പിന്നിലും ദാസൻ മാഷാണെന്ന് കുട്ടികൾ കരുതുന്നു. 15 വയസ്സുപോലും തികയാത്തൊരു കുട്ടി ഏത് സെലിബ്രേഷന്റെ പേരിലായാലും മൂക്കറ്റം കുടിച്ചു വന്ന് ഹെഡ്മാസ്റ്റർ നേരിട്ട് പിടികൂടിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവന്റെ പുറത്ത് തലോടി ശരി പോയി ക്ലാസ്സിലിരിക്കുമെന്ന് പറയണമായിരുന്നു. ഇനിയൊരു കുട്ടിക്കും അങ്ങനെ തോന്നാതിരിക്കാൻ അരുണിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനം നാം സ്റ്റാഫ് മീറ്റിംഗിൽ ഒറ്റക്കെട്ടായി എടുത്തതല്ലേ? അതെ. അവന് കൊടുക്കുന്ന ശിക്ഷ മാതൃകാപരമായിരിക്കണമെന്നും അത് മറ്റു കുട്ടികൾക്ക് പാഠമാവണമെന്നും അന്ന് ഞാൻ ശക്തമായി വാദിച്ചിരുന്നു. ഇപ്പോഴും എന്റെ അഭിപ്രായം അത് തന്നെയാണ്. മാഷെ, കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളിനടുത്തുള്ള കച്ചവടക്കാർക്കും ദാസൻ മാഷോട് വൈരാഗ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മനോഹര, നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള കച്ചവടക്കാരുടെ കാര്യം മാത്രമല്ല, ഏത് സ്കൂളിന്റെ അടുത്തുള്ള കച്ചവടക്കാർക്കും പുറത്തു ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അധ്യാപകരോട് വെറുപ്പായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിന്റെ കാര്യം, ഇന്റർവെൽ സമയങ്ങളിൽ കുട്ടികളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ സ്കൂൾ ഗേറ്റ് അടച്ചിടാൻ തുടങ്ങിയതൊന്നും തീർച്ചയായും അവർക്ക് രസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതും നമ്മൾ 60 പേരും കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നില്ലേ? അതെ, തീരുമാനങ്ങളൊക്കെ കൂട്ടായി എടുത്തത് തന്നെയാണെങ്കിലും ആ തീരുമാനങ്ങളിൽ എത്തിച്ചത് ദാസൻ മാഷുടെ നിലപാടുകളായിരിക്കുമെന്നാണ് അവരും കുട്ടികളും ഒക്കെ കരുതുന്നത്. മനോഹരൻ ഓർമ്മയില്ലേ, നമ്മൾ എപ്പോഴാണ് ഗേറ്റ് അടച്ചിടാൻ തീരുമാനമെടുത്തതെന്ന്? ഹാൻഡ്സ് പോലെയുള്ള ലഹരി വസ്തുക്കൾ കുട്ടികൾ വല്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ? ലഹരി വസ്തുക്കളൊക്കെ കുട്ടികൾക്ക് രഹസ്യമായി എത്തിച്ചു കൊടുത്തത് ആ കടക്കാർ തന്നെയായിരുന്നെന്നല്ലേ നമുക്ക് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതെ. പിന്നെ മൊബൈൽ ഫോണിൽ വൃത്തികെട്ട ചിത്രങ്ങൾ കുട്ടികൾ ക്ലാസ് സമയങ്ങളിൽ കാണുന്നത് ലേഡി ടീച്ചേഴ്സ് വന്ന് പറഞ്ഞപ്പോ നാം ക്ലാസ്സിൽ റെയ്ഡ് നടത്തി മൊബൈൽ പിടിച്ചെടുക്കാൻ തുടങ്ങിയത് മനോഹരൻ ഓർമ്മയില്ലേ? ഉണ്ട്. പിന്നീട് നമുക്ക് മൊബൈൽ പിടിച്ചെടുക്കാൻ കഴിയാതെ പോയതെങ്ങനെയാ? നമ്മെ തോൽപ്പിക്കാനും കുട്ടികളെ പ്രീതിപ്പെടുത്താനും ഈ കച്ചവടക്കാർ അവ വാങ്ങി സൂക്ഷിച്ചതുകൊണ്ടല്ലേ? ഇങ്ങനെ പല വിധത്തിൽ നിഷ്കളങ്കരായ നമ്മുടെ കുട്ടികളെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചവരെ നാം സംരക്ഷിക്കണമായിരുന്നു. അതിലും നല്ലത് അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതല്ലേ? മാഷെ, ഞാൻ ഒരിക്കലും ദാസൻ മാഷെ കുറ്റപ്പെടുത്തിയതല്ല, വസ്തുതകൾ പറഞ്ഞു എന്ന് മാത്രം. ശരിയാണ്. ഒരു കാര്യത്തിൽ ഇടപെടാതെ ഈ ലോകത്തിന്റെ ഒരരികിലൂടെ എന്തു കേട്ടാലും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന മട്ടിൽ അങ്ങ് ജീവിച്ചു തീർത്താ മതിയായിരുന്നു ഈ ജന്മം. പക്ഷേ മനോഹര, എന്നെക്കൊണ്ടത് പറ്റില്ല. ദാസൻ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സ്കൂളിൽ പുതുതായി ചേർന്ന അധ്യാപകരെ? ന്യൂ ജനറേഷൻ, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഒരു കാര്യത്തിൽ ഇടപെടാതെ തങ്ങളുടെ ജോലി മാത്രം ചെയ്ത്. പുതിയ തലമുറ അങ്ങനെയാണ്. അവർ 40-50 ലക്ഷം മാനേജർക്ക് കൊടുത്തു വാങ്ങിയ ജോലിയാ. അവിടെ ആത്മാർത്ഥതയ്ക്കല്ല, ലാഭത്തിനാണ് അവർ വില കൽപ്പിക്കുന്നത്. ഇന്നാളൊരു ദിവസം നമ്മുടെ സ്കൂളിൽ പുതുതായി ചേർന്ന സുവീരൻ മാഷോട് ഞാൻ 10ാം ക്ലാസ്സിലെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 4 മണിക്ക് ശേഷം കുറച്ചുനേരം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്തായിരുന്നെന്നോ? ഞാൻ മാനേജർക്ക് കൊടുത്ത ലക്ഷങ്ങളുടെ പലിശ പോലും എനിക്ക് ശമ്പളമായി കിട്ടുന്നില്ല, അതുകൊണ്ട് എക്സ്ട്രാ ടൈം ക്ലാസ് എടുക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ദാസേട്ടൻ എന്തു പറഞ്ഞിട്ടെന്താ? ഇപ്പൊ അവർക്കൊന്നും യാതൊരു പ്രയാസമില്ലല്ലോ. അവരൊക്കെ നല്ലവർ. നാട് നന്നാക്കാൻ ഇറങ്ങിയ ദാസേട്ടന് തന്നെയല്ലേ പണി കിട്ടിയതും? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇപ്പോൾ ആരും കൂടെയില്ലല്ലോ, എല്ലാം സ്വയം അനുഭവിക്കണം. അതാണ് ലോകം. ഓരോന്ന് പറഞ്ഞിരുന്ന സമയം പോയി. വീട്ടിൽ സരസ്വതി ഒറ്റക്കാണ് മാഷേ. അവൾ വിചാരിക്കുന്നുണ്ടാവൂ ഞാനിതെവിടെ പോയെന്ന്. ആ മാഷേ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നാളെ ഏതായാലും മാഷ് സ്കൂളിൽ വരണ്ടെന്ന് പറയാനാണ്. സുലോചന നാളെ മാഷയും കൂട്ടി സുലോചനയുടെ വീട്ടിലെങ്ങാനും പോകുന്നതാണ് നല്ലത്. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിന് പേടിച്ചോടണമെന്നാണോ മനോഹരൻ പറയുന്നത്? ഏതായാലും അതിനെന്നെ കിട്ടില്ല. ഞാൻ നാളെയും പതിവ് പോലെ 9 മണിക്ക് എന്റെ സ്കൂളിലുണ്ടാവും.
ദാസമാഷേ, വാശി കാണിക്കേണ്ട സമയമല്ലിത്. കുട്ടികൾ നാളെ ചിലപ്പോൾ സമരം ചെയ്യാൻ സാധ്യതയുണ്ട്. വെറുതെ മാഷ് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എത്ര ദിവസാന്ന് വെച്ചിട്ടാ മനോഹര ഒളിച്ചിരിക്കുക? വരുന്നത് വരട്ടെ. കുട്ടികളല്ലേ, അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ. എന്നാ ശരി, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനിയെല്ലാം ദാസൻ മാഷിന്റെ ഇഷ്ടം. മാഷേ, സമയമേറെയായി, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടെ. നിനക്കെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നിയല്ലോ. നന്ദിയുണ്ട് മനോഹര. ശരി മാഷ, നന്ദിയുണ്ട്. മാഷേ, ദാസൻ മാഷേ. ആര്? രേഷ്മ ടീച്ചറോ? എന്താ ടീച്ചറെ? ഞാൻ ദാസൻ മാഷെ എവിടെയൊക്കെ തിരക്കി. ഒടുവില് 9ാം ക്ലാസ്സിലെ കുട്ടികളാ പറഞ്ഞത് മാഷ് ലൈബ്രറിയിലുണ്ടെന്ന്. എന്താ കാര്യം? പ്രശ്നം ഗുരുതരാണ് സർ. സംഗതി കൈവിട്ടു പോവുകയാണ്. എന്ത് പറ്റി? ഗേറ്റിന് പുറത്ത് ഭയങ്കര ബഹളമാണ്. നമ്മുടെ കുട്ടിയോടൊപ്പം ഔട്ട്സൈഡേഴ്സ് കുറെ പേർ തടിച്ചു കൂടിയിട്ടുണ്ട്. മാഷ് കേൾക്കുന്നില്ലേ മുദ്രാവാക്യ വിളികൾ? ദാസൻ മാസ്റ്ററെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക. ഹെഡ് മാസ്റ്റർ നീതി പാലിക്കുക. ഹെഡ് മാസ്റ്റർ നീതി പാലിക്കുക. പുറത്താക്കുക. പീഡനവീരനെ പുറത്താക്കുക. കേട്ടില്ല സർ ബഹളം. അല്പം കൂടി കഴിഞ്ഞ സമരത്തിന് ഗതി മാറും. എല്ലാരും കൂടി മതിൽ ചാടിക്കടന്ന് ഗ്രൗണ്ടിലെത്തും. രേഷ്മ ടീച്ചറെ, അതിനിപ്പോ ഞാനെന്താണ് ചെയ്യേണ്ടത്? ഹെഡ് മാസ്റ്റർ സമരക്കാരായി സംസാരിച്ചിരുന്നു. ചൈൽഡ് ലൈനിൽ അറിയിച്ചതൊക്കെ പറഞ്ഞു. എന്നിട്ടും ദാസൻ മാഷ് സ്കൂൾ നിൽക്കെ ക്ലാസ് നടത്താൻ സമ്മതിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. സ്റ്റാഫ് റൂമിൽ നിന്ന് എല്ലാരും പറയുന്നത് ദാസൻ മാഷ് സ്കൂൾ നിൽക്കേണ്ട, വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നാണ്. എത്ര പെട്ടെന്നാണ് ഞാൻ ആർക്കും വേണ്ടാത്തവനായി മാറിയത്. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ബന്ധങ്ങൾക്കൊക്കെ പുല്ലുവില. അങ്ങനെയൊന്നും കരുതേണ്ട സർ. കുറച്ചുകൂടി കഴിഞ്ഞാ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം നാട്ടുകാരും കുട്ടികളോടൊപ്പം ഗ്രൗണ്ടിലെത്തും. അവർ വയലന്റ് ആകും. അതിനു മുമ്പ് ഇതുപോലെ മുദ്രാവാക്യങ്ങൾ ഉയരുന്ന സമര ദിവസങ്ങളിൽ, മറ്റെല്ലാവരും സ്റ്റാഫ് റൂമിൽ പതുങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ പോലും രണ്ടും കൽപ്പിച്ച് ഗ്രൗണ്ടിലേക്ക് ഓടിച്ചെല്ലുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് വേണ്ട മാഷേ, ഒന്നും വേണ്ട. മാഷ് വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഞാൻ ഹമീദ് മാഷോട് പറയാം വണ്ടിയെടുത്ത് മാഷെ ഒന്ന് വീട്ടിലാക്കി തരാൻ. ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. ഞാൻ കാരണം എന്റെ കുട്ടികൾക്കും സ്കൂളിനും ഒരു ദോഷവും ഉണ്ടാകരുതെന്നാണ് ഞാൻ എപ്പോഴും കരുതിയത്. ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നു. ഇനി ഞാനിവിടെ നിന്നാ കുട്ടികൾ ക്ലാസ്സിൽ കയറില്ല. ഞാനായിട്ട് അവരുടെ ഒരു ദിവസത്തെ പഠനം മുടക്കുന്നില്ല. ഞാൻ പോയേക്കാം. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ദാസൻ മാസ്റ്റർ അല്ലേ? അതെ. ഞാൻ സബ് ഇൻസ്പെക്ടർ സോമശേഖരൻ. ഇത് എന്റെ പോലീസുകാർ. ഞങ്ങൾ ചൈൽഡ് ലൈനിൽ നിന്ന് അറിയിച്ചിട്ട് വന്നതാണ്. മാഷ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഞങ്ങൾ രാവിലെ കുട്ടിയുടെ വീട്ടിൽ പോയി മൊഴിയെടുത്തിട്ടുണ്ട്. അവളെല്ലാം കൃത്യമായി പറഞ്ഞു. ഇനി പുതിയ കഥകൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇരയുടെ മൊഴി മാത്രം മതി തെളിവായിട്ട്. സർ, ശ്രീലക്ഷ്മിയെ ഞാൻ എന്റെ മോളെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ പീഡനകഥയിലെയും നായകന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗാണിത് മാഷേ. പറയാനുള്ളതൊക്കെ ഇനി കോടതിയിലാവും. ഇപ്പോൾ നടക്ക്, വേഗം. സർ, ദാസമാഷ് പോലീസ് ജീപ്പിൽ വരാതെ പിന്നാലെ കാറിൽ സ്റ്റേഷനിൽ എത്തിയാ പോരെ സർ? നിങ്ങളാരാണ്? ഞാൻ ഈ സ്കൂളിൽ ടീച്ചറാണ്. നിങ്ങളെപ്പോലെയുള്ളവരാണ് ഇവന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും രക്ഷയില്ല ഈ നാട്ടിൽ. എന്നിട്ടും മാഷിന് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. മാറിയേക്ക് മുന്നെന്ന്. മനോഹര, അന്ന് സ്കൂളിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം കേസായി, കോടതിയായി, വാദപ്രതിവാദങ്ങളായി. ഒടുവിൽ അറിഞ്ഞോ അറിയാതെയോ അവൾ ശ്രീലക്ഷ്മി കാണിച്ച ദയ, അതൊന്നുകൊണ്ട് മാത്രം ശിക്ഷ 3 വർഷത്തിലൊതുങ്ങി. പിന്നെ ജയിൽ മുറിയിൽ കട്ട പിടിച്ച ഇരുട്ടിൽ, മനം മടുപ്പിക്കുന്ന ഏകാന്തതയിൽ 1000 പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അവൾ എന്നോടിങ്ങനെ?
നല്ലത് മാത്രമാണല്ലോ ആ കുട്ടിക്ക് ഞാൻ ചെയ്തു കൊടുത്തത്. എന്റെ വന്ദനയേക്കാൾ ഞാൻ സ്നേഹിച്ചത് അവളെയാണല്ലോ. മോശമായ ഒരു വാക്കോ നോട്ടമോ എന്നിൽ നിന്ന് ആ കുട്ടിയുടെ നേർക്കുണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും അവൾ എന്തിനാണ് എന്നോടിങ്ങനെ? ദാസമാഷേ, ഈ ലോകം അങ്ങനെയാണ്. നാം സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവരും നമുക്ക് തിരിച്ചു തരുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ശരിയാണ് മനോഹര, നീ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പക്ഷേ അതെനിക്ക് പൂർണ്ണമായും ബോധ്യമായത് ശ്രീലക്ഷ്മിയും കൂട്ടി അരുൺ എന്നെ കാണാൻ വന്നപ്പോഴാണ്. എന്നെ ജയിലിലടച്ച് 4 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ടും അപമാനഭാരം കൊണ്ടും തലയുയർത്താനാവാതെ എന്റെ പൊന്നുമോളും ഭാര്യയും 100 കഷണങ്ങളായി റെയിൽപാളത്തിൽ ചിന്നിച്ചിതറിപ്പോയതിന്റെ പിറ്റേ ദിവസം. ജയിൽ വാർഡനോടൊപ്പം ഉച്ച സമയത്താണവർ എന്നെ കാണാൻ വന്നത്. കൊടും വേനലിൽ വാടിക്കരിഞ്ഞ താളില പോലെ 2 കുട്ടികൾ, അരുണും ശ്രീലക്ഷ്മിയും. വന്ന ഉടനെ ജയിലഴികൾക്കിടയിലൂടെ എന്റെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി പറയാൻ തുടങ്ങി. പൊറുക്കണം സർ, ഈ പാപിയോട് പൊറുക്കണം. മിത്തിയിൽ ദഹിച്ചാലും തീരാത്ത പാപകർമ്മാണ് ഗുരുനിന്ദ എന്നാണ് ഞാൻ പഠിച്ചത്. എന്നിട്ടും അതാണ് ഞാൻ ചെയ്തത്. ഏത് പാപനാശിനിയിൽ കുളിച്ചു കയറിയാലും ഞാൻ ചെയ്ത പാപം കഴുകിക്കളയാനാവില്ല. പക്ഷെ എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ലായിരുന്നു. ശ്രീലക്ഷ്മി മോളെ, കരയാതെ. ഞാൻ നിന്നിൽ എന്റെ വന്ദനയെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. എനിക്കറിയാം മോളെ, ഇത് നീയായിട്ട് ചെയ്തതല്ല, നിന്നെക്കൊണ്ട് ആരോ ചെയ്യിച്ചതാണ്. പക്ഷെ അതാര്, എന്തിന്, അത് നിനക്ക് ഇപ്പോഴെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഉപകാരമെങ്കിലും നീ എനിക്ക് ചെയ്തതാ. സർ, ഞാൻ പറയാം, എല്ലാം ഞാൻ തുറന്നു പറയാം. കഴിഞ്ഞ 4 മാസത്തോളായി കരിങ്കല്ല് പോലെ എന്റെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നതെല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ സാറിനെ കുറിച്ച് പരാതി പറഞ്ഞതിന്റെ 3 ദിവസം മുമ്പ് വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുന്ന വഴിയിൽ ഈ അരുൺ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഞാനിവനെ നേരിട്ട് കാണുന്നത്. അന്നിവൻ എന്നോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നെന്ന് സാറിന് കേൾക്കണോ? ശ്രീലക്ഷ്മി. അല്ല, ആരായത്? അരുണോ? ശ്രീലക്ഷ്മി നിക്ക്, ഞാനും വരുന്നു. എന്താടാ അരുൺ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എത്രയായി നിന്നെ കണ്ടിട്ട്? പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പറടോ. എനിക്കെന്തോ സങ്കടം വരുന്നു. എന്തിന്? നമ്മൾ എന്ത് സന്തോഷത്തോടെയായിരുന്നു ഈ വഴി സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്നത്. ചിരിച്ച് കളിച്ച് അന്യോന്യം കളിയാക്കി. എനിക്ക് ഓർക്കാനാവുന്നില്ല. എല്ലാം നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചത് മറ്റാരുമല്ലല്ലോ, നീ തന്നെയല്ലേ. ഓണാഘോഷത്തിന് ഞങ്ങളൊക്കെ പൂക്കളിടുന്നതിനിടയില് മദ്യപിച്ച് ക്ലാസ്സിൽ വന്നോണ്ടല്ലേ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് എന്നോടൊപ്പം നമ്മുടെ ക്ലാസ്സിലെ സുബിനും ശ്രീകാന്തും ശരത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ മദ്യപിക്കാൻ. എന്നിട്ട് എന്നെ മാത്രം. നീ മാത്രല്ലേ സാറിന്റെ മുന്നിൽ പെട്ടത്. സുബിനൊന്നും അന്ന് സ്കൂളിൽ തന്നെ വന്നിട്ടില്ലല്ലോ. പിന്നെ നിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സാറ് ചോദിച്ചപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് ആരുമില്ലെന്ന്. അത് അവരൊക്കെ എന്റെ കൂട്ടുകാരായിരുന്നോണ്ട് ഞാൻ ഒറ്റ കൊടുക്കാണ്ടിരുന്നല്ലേ. എടാ, നിനക്കൊന്നും നാണയില്ലല്ലോ. മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയ സ്കൂളില് കച്ചറ കൂട്ടുകെട്ടിലൊന്നും പെടാതെ നന്നായി പഠിക്കാൻ നോക്ക്. 10ാം ക്ലാസ് ആണെന്ന് ഓർമ്മ വേണം. ഇനി പരീക്ഷയ്ക്ക് അത്ര ദിവസേ ഉള്ളൂ. എന്നാൽ അയാൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കും. ആർക്ക്? നിന്റെ പ്രിയപ്പെട്ട മാഷില്ലേ, അയാൾക്ക്. എന്റെ പ്രിയപ്പെട്ട മാഷോ? അതാരാ? എനിക്ക് എന്നെ പഠിപ്പിക്കുന്ന എല്ലാ മാഷന്മാരും ടീച്ചർമാരും പ്രിയപ്പെട്ടവരാ. അങ്ങനെയല്ല,
നിന്നെ കലോത്സവങ്ങൾക്കൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നൊരു മാഷില്ലേ, ദാസൻ മാഷ്, അയാൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കും. അതിന് ദാസമാഷ് നിന്നോട് എന്താ ചെയ്തത്? അയാളാ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. നീ എന്താ അരുണി പറയുന്നത്? നിന്നെ മദ്യപിച്ചിട്ട് പിടിച്ചത് ദാസമാഷൊന്നല്ലോ, എച്ചമ്മ നേരിട്ടല്ലേ? ശരിയാ, പിടിച്ചത് എച്ചമ്മാണ്. പക്ഷെ സ്റ്റാഫ് മീറ്റിംഗിന് മറ്റെല്ലാരും ഇനി ഒന്ന് ശാസിച്ചാ മതിയെന്ന് പറഞ്ഞപ്പോ ദാസൻ മാഷിനായിരുന്നു നിർബന്ധം എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ. എനിക്ക് കിട്ടുന്ന ശിക്ഷ മറ്റുള്ളവർ കൂടി പാടാവണമെന്ന് ദാസൻ മാഷ് ശാഠ്യം പിടിച്ചപ്പോ എല്ലാരും കൂടി അത് അംഗീകരിച്ചതാ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്നതൊക്കെ പറഞ്ഞുതരാൻ എനിക്കവിടെ ആളുണ്ട്. ഓരോ വിദ്യാർത്ഥി സംഘടനയ്ക്കും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന അധ്യാപകർ തന്നെ ഉണ്ട് എല്ലാ സ്കൂളിലും. അരുണേ, നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് പഠനത്തിൽ പിന്നാക്കം പോകണ്ട. അന്ന് സാറ് പിടിച്ച് പുറത്താക്കിയത് നല്ലതിനാണെന്ന് കരുതി പോരുന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ നോക്ക്. നമുക്ക് ഒന്നിച്ചു വേണം +2 പോകാൻ. അതുകൊണ്ട് നീ മറ്റെല്ലാം മറന്ന് പഠിക്കാൻ നോക്ക്. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. നിന്റെ പ്രിയപ്പെട്ട ആളല്ലേ ദാസൻ മാഷ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അരുണേ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ഞാൻ മനസ്സിലാകുന്നത് പോലെ പറയാം. ദാസൻ മാഷിനിട്ടൊരു പണി കൊടുക്കാൻ ശ്രീലക്ഷ്മി എന്നെ സഹായിക്കണം. ഞാനോ? എങ്ങനെ? നീ എന്തൊക്കെയാ പറയുന്നത്? ദാസൻ മാഷെ കുറിച്ച് നീ ഒരു പരാതി പറയണം. പരാതിയോ? എന്ത് പരാതി? ഇപ്പൊ കലോത്സവത്തിന്റെ റിഹേഴ്സൽ നടക്കല്ലേ. ഈ വർഷവും നിന്നെ മോണാക്ട് പഠിപ്പിക്കുന്നത് ദാസൻ മാഷ് തന്നെയല്ലേ? അതിന് റിഹേഴ്സലിനിടയ്ക്ക് ആരും ഇല്ലാത്ത സമയത്ത് ദാസൻ മാഷ് നിന്നെ അത്രയും പറഞ്ഞാ മതി, ബാക്കി കേൾക്കുന്നവർ ഊഹിച്ചോളൂ. എന്ത് തെമ്മാടിത്തരാടാ നീ പറയുന്നേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിന്നെ ആരടാ പഠിപ്പിച്ചത്? കൂട്ടുകൂടി കള്ളു കുടിക്കുക, എന്നിട്ട് മാഷന്മാരെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക. അരുണേ, നീ എത്ര നല്ല കുട്ടിയായിരുന്നു. നീ എങ്ങനെയായി പോയത്? എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് മറ്റാരോ ആണ്. നിന്റെ പിന്നിൽ ആരോ ഉണ്ട്. അല്ലാതെ നീ ഇങ്ങനെ ഒന്നും പറയില്ല. എനിക്കറിയാം ആരാടാ. പറയ്, നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ആരാ? ശ്രീലക്ഷ്മി കൂടുതലൊന്നും പറയണ്ട. നീ എനിക്ക് വേണ്ടി ദാസൻ മാഷെ കുറിച്ച് പരാതി പറയണം. എടാ അരുണേ, കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുമ്പോ സലീല ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടോടാ നിനക്ക്? മാതാപിതാ ഗുരുർ ദൈവം എന്ന്. മാതാവും പിതാവും ഗുരുവും ദൈവമാണെന്ന്. എന്നിട്ടാണോ നീ ഇപ്പോ? എനിക്ക് നിന്റെ സാരോപദേശം ഒന്നും കേക്കണ്ട. നീ പരാതി പറയോ ഇല്ലയോ അതറിഞ്ഞാ മതി. പറയില്ല. ശരി, എങ്കിൽ നീ ഇങ്ങോട്ട് നോക്ക്. ഞാൻ എന്റെ മൊബൈലിൽ നിനക്കൊരുട്ടം കാണിച്ചു തരാം. എന്താ അത്? നോക്ക്. എന്റെ ഫോട്ടോ അല്ലേ ഇത്? അതെ, സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന നിന്റെ ഫോൺ. ഇതെവിടെന്നാണ് എടുത്തതെന്ന് സൂക്ഷിച്ചു നോക്ക്. അരുണേ, നീ എവിടെന്നാ ഇതെടുത്തത്? ഞാൻ എടുത്തല്ല, ഇതൊക്കെ സംഘടിപ്പിച്ചു തരാൻ ഇപ്പോഴാ സ്കൂളിൽ എനിക്ക് ആളുകളുണ്ട്. പിന്നെ ഇതെവിടെ നിന്നാണ് എടുത്തതെന്നറിയണ്ടേ? നീ സ്കൂളിലെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴുള്ള ഫോട്ടോ ആണിത്. കയറിയതിനു ശേഷമുള്ള ഫോട്ടോസാണ് ഇനിയുള്ളത്. അത് കാണണോ നിനക്ക്? ടോയ്ലറ്റിൽ മൊബൈൽ വെച്ചുള്ള ഒരു സൂത്രപ്പണി. ഇനി പറ, ദാസൻ മാഷെ കുറിച്ച് നീ പരാതി പറയില്ലേ? അരുൺ, നീ കരയൊന്നും വേണ്ട. നിന്നോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടാ. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അരുൺ, എന്നാലും നീ... ഞാൻ 3 ദിവസം കാത്തു നിൽക്കും. അതിനിടെ നീ പരാതി പറയുന്നില്ലെങ്കിലും ഇക്കാര്യം മറ്റാരുടെങ്കിലും പറഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ നിന്റെ സ്കൂളിലെ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ മൊബൈലിൽ പറന്ന് കളിക്കും. അരുൺ, എടാ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നിട്ടും നീ... ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വന്നത്. നീ വീട്ടിൽ പോയിരുന്ന് നല്ലോണം ആലോചിക്കും, എന്നിട്ട് തീരുമാനിക്കും ദാസൻ മാസ്റ്ററെ കുറിച്ച് പരാതി പറയണോ, നിന്റെ ഈ ഫോട്ടോസ് മറ്റുള്ളവർ കണ്ട് രസിക്കണോന്ന്. ചെല്ലേ. മനോഹര, അന്ന് ജയിലിൽ വെച്ച് ശ്രീലക്ഷ്മി പറഞ്ഞതിന്റെ ബാക്കി ഭാഗം അരുണാണ് പറഞ്ഞു തീർത്തത്. ജയിലിന്റെ അഴികളിൽ തല തല്ലിക്കരഞ്ഞുകൊണ്ടാണ് അരുൺ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അരുൺ എന്താ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ മനോഹര നിനക്ക്? മതി, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാം മതിയാക്ക്. എന്താ മനോഹര, എന്തു പറ്റി? ഇത്രമാത്രം ക്ഷോഭിക്കാൻ എന്താണ് ഉണ്ടായത്? ദാസൻ മാഷേ, അന്നത്തെ അപകടത്തിൽ
കാഴ്ചശക്തി നഷ്ടപ്പെട്ട പോലെ എന്റെ കേൾവി ശക്തിയും നഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. മനോഹര, അതെ ദാസമാഷ്, ഇനിയൊന്നും പറയണ്ട. അരുൺ ഒന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എന്ന് എനിക്കറിയാം, എല്ലാം അറിയാം. ദാസമാഷ് എന്നോട് ക്ഷമിക്കണം. എഴുന്നേക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ മാഷിന്റെ കാല് പിടിച്ചേനെ. എന്നോട് ക്ഷമിക്കണം മാഷെ, ഈ പാപിയോട് ക്ഷമിക്കണം. പറ്റിപ്പോയി, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ആപ്പ് തരണം മാഷെ. മനോഹര, എല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇപ്പോഴെങ്കിലും നീ തിരിച്ചറിഞ്ഞല്ലോ. വേറൊരു ഹെഡ് മാസ്റ്റർ പ്രൊമോഷന് വേണ്ടി ഒന്നും അറിയാത്ത പാവം കുട്ടികളെ കരുവാക്കിക്കൊണ്ട് എത്ര നീചായ കളിയാണ് മനോഹര നീ കളിച്ചത്. നിനക്ക് എങ്ങനെ മാപ്പ് തരാനാണ്? ആര് മാപ്പ് തരാനാണ്? ഇനിയും എന്നെ വേദനിപ്പിക്കരുത് മാഷെ, പ്ലീസ്. അത്യാഗ്രഹം, മുന്നും പിന്നും നോക്കാതെയുള്ള പ്രവൃത്തി, അതിനൊക്കെ ആവോളം ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഈ കിടക്കപ്പായിൽ നിന്ന് ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും ആവാതെ വേദന കടിച്ചിറക്കിക്കൊണ്ട് കിടന്ന് നരകിക്കുകയാണ് ദാസമാഷ്. ദാസമാഷോട് ചെയ്ത പാപത്തിന്റെ ഫലമാണില്ല, എല്ലാം അതാണ്. ഞാൻ ഹെഡ് മാസ്റ്ററായി കഴിഞ്ഞ എന്നേക്കാൾ 1 വർഷം മുമ്പ് റിട്ടയർ ചെയ്യുന്ന നിനക്ക് ഒരിക്കലും ഹെഡ് മാസ്റ്റർ പദവി ലഭിക്കില്ലെന്നറിഞ്ഞപ്പോ സൂത്രത്തിൽ എന്നെ ഒഴിവാക്കാൻ നീ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്, അല്ലേ മനോഹര? നിന്നെ ആരും സംശയിക്കുപോലില്ലായിരുന്നു. അത്ര അടുപ്പായിരുന്നല്ലോ നാം തമ്മിൽ. വന്ദനയും സുലോചനയും ആത്മഹത്യ ചെയ്തത് അരുണിൽ കുറ്റബോധം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ, ആ കുറ്റബോധത്താൽ ശ്രീലക്ഷ്മിയും കൂട്ടി അവൻ എന്നെ കാണാൻ ജയിലിൽ വന്നില്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. അവരെല്ലാം ഏറ്റു പറഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ ശിക്ഷയളവിന് ശ്രമിക്കാമായിരുന്നു. പക്ഷേ നീ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയും കുറ്റങ്ങളെല്ലാം കുട്ടികളുടെ തലയിൽ വന്നു വീഴുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാ ഞാൻ ഒന്നിനും ശ്രമിക്കാതിരുന്നത്. ആ പാവം കുട്ടികളുടെ പഠനവും ഭാവിയും നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. മാഷിന്റെ വലിയ മനസ്സിന് നന്ദി. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രലോഭനം ഒരു ഹെഡ് മാസ്റ്റർ പദവി മാത്രമായിരുന്നില്ല. നാട്ടിലും സ്കൂളിലും എന്ന് വേണ്ട, എവിടെയും ദാസൻ മാസ്റ്റർ ഉണ്ടായിരുന്ന അംഗീകാരം, കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം ഒരുപോലെ ദാസൻ മാഷോട് കാണിക്കുന്ന വിധേയത്വം, വൻമരത്തിന് കീഴിലെ ചെറുമരങ്ങളുടേതെന്ന പോലെ ഞങ്ങളുടെ വളർച്ച മുരടിക്കുന്നതറിഞ്ഞപ്പോ വൻമരത്തെ നശിപ്പിക്കാനുള്ള മാർഗം ആലോചിച്ചു പോയി മാഷെ. മനോഹര, എന്റെ ജീവിതം തന്നെയല്ലേ നീ ഇല്ലാതാക്കിയത്. എന്റെ ജോലി നഷ്ടപ്പെട്ടു. വീട്ടുകാരും നാട്ടുകാരും ഒരു പുഴുത്ത പട്ടിയെ പോലെ എന്നെ വെറുത്തു. ജീവിച്ച് കൊതി തീരാത്ത എന്റെ ഭാര്യയും മകളും എന്തുമാത്രം വേദന അനുഭവിച്ചായിരിക്കും ആ റെയിൽ പാളത്തിൽ ചതഞ്ഞറിഞ്ഞു പോയത്. പണ്ട് കർണന്റെ കവചകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങാൻ ബ്രാഹ്മണ വേഷം കെട്ടിവന്ന ദേവേന്ദ്രനോട് കർണൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ മനോഹര? ദേവേന്ദ്ര, നീയായിട്ട് തന്നെ വന്ന് എന്നോട് കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ അത് തരുമായിരുന്നല്ലോ. അതുപോലെ മനോഹര, നീ നിന്റെ ആഗ്രഹം ഒരിക്കലെങ്കിലും എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വിട്ടുതരുമായിരുന്നല്ലോ. എന്റെ എല്ലാ പദവികളും. അങ്ങനെയായിരുന്നല്ലോ നാം കഴിഞ്ഞു വന്നത്. എന്നിട്ടും എല്ലാത്തിന്റെയും സൂത്രധാരനായിരുന്നിട്ടും എന്തൊരഭിനയായിരുന്നു മനോഹര നിന്റേത് ഇക്കഴിഞ്ഞ നിമിഷം വരെ. അന്ന് ശ്രീലക്ഷ്മി പരാതി പറഞ്ഞ ദിവസം രാത്രി എന്നെ സമാധാനിപ്പിക്കാൻ നീ മാത്രമാണ് എന്റെ വീട്ടിലേക്ക് വന്നത്. ഒരു കടലോളം സ്നേഹമാണ് എനിക്കൊപ്പം നിന്നോട് തോന്നിയത്. പക്ഷേ ഇപ്പോ ഞാൻ തിരിച്ചറിയുന്നു, എത്ര കൃത്യമായ മുഖം മൂടിയാണ് ഈ നിമിഷം വരെ നീ അണിഞ്ഞതെന്ന്. മതി മതി മാഷെ, ഇനിയും ശബ്ദ കുത്തരുത്. മാഷിനറിയാലോ, എന്റെ 2 കണ്ണുകൾക്ക് ഒട്ടും കാഴ്ചയില്ല. പക്ഷേ എനിക്കിപ്പോ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എന്നെ തീർക്കാനായി ദാസൻ മാഷ് ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വാങ്ങിച്ചത് അത് തന്നെ ആയിരിക്കും, തീർച്ച. ഒട്ടും മടിക്കണ്ട മാഷെ, അത് പുറത്തെടുത്തോളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. സരസ്വതി അടുക്കളയിൽ എവിടെയോ ആണ്. അവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് വേഗം കൃത്യം നടത്തിക്കോളൂ, വേഗം. മനോഹര, നീ പറഞ്ഞത് ശരിയാണ്. ജയിലിൽ നിന്നിറങ്ങിയപ്പോ ഞാൻ ആദ്യം വാങ്ങിയത് നിന്നെ കൊല്ലാനുള്ള ആയുധം തന്നെയാണ്. അന്ന് അരുണും ശ്രീലക്ഷ്മിയും പോയി കഴിഞ്ഞതിന് ശേഷം ജയിലിൽ വെച്ച് ഓരോ നിമിഷവും ഞാൻ മനസ്സിൽ ഒരുക്കൂട്ടിയത് നിന്റെ മരണ. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോ, നിന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോ മനോഹര, എനിക്കൊരു കാര്യം വ്യക്തമായി.
ശിക്ഷ വിധിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും നാം മനുഷ്യരല്ല. അത് കൃത്യസമയത്ത് ദൈവം ചെയ്തിരിക്കും. മനോഹര, നിന്റെ ഈ കിടപ്പും ദൈവ നിയോഗമാണ്. അതിനാൽ മനുഷ്യനായ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ അന്നത്തെ അപകടത്തിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടാമായിരുന്നു. അങ്ങനെ സംഭവിക്കാതെ വർഷങ്ങളായി നിന്നെ കിടത്തിയിരിക്കുന്നത് അനുഭവിപ്പിക്കാനാണ്. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഓരോ നിമിഷവും അനുഭവിപ്പിക്കാൻ. ദാസന്മാഷേ, വർഷങ്ങളായുള്ള എന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വേദനയിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കുവോ? എന്നെ ഒന്ന് കൊന്നുതരുമോ? ഒന്ന് കൊന്നുതരുമോ മാഷേ? ഇല്ല മനോഹര, ഇല്ല. ദൈവവിധിക്കുമേൽ മനുഷ്യനായ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഒന്നും ചെയ്യാനാവില്ല. ഞാൻ പോകുന്നു, പോകുന്നു, ഞാൻ പോകുന്നു. പാപത്തിന്റെ ശമ്പളം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന സുനി അരിക്കാം വീട്ടിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ദാസൻ ജോബി മാത്യു, മനോഹരൻ മുരളി നമ്പ്യാർ, ഹെഡ്മാസ്റ്റർ ബാബു തലാഞ്ചേരി, സബ് ഇൻസ്പെക്ടർ വിജി ചീക്കിലോട്, സുലോചന AN നിഷിതകുമാരി, സരസ്വതി സജ്ന സുഗന്ധി, അനിത പി നിധിന്യ, രേഷ്മ ദിവ്യശ്രീ മൂർഖൻകൊണ്ട്, അരുൺ ആനന്ദ് കൃഷ്ണ S, ശ്രീലക്ഷ്മി മീനാക്ഷി മുരളി, വന്ദന നിരഞ്ജന നവീൻ. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട്.